സ്ത്രീകൾക്കും കുട്ടികൾക്കും തൊഴിലാളികൾക്കും വേണ്ടി നിലകൊണ്ട വൈദിക ജീവിതം വിടവാങ്ങുമ്പോൾ അണഞ്ഞു പോകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്തുപിടിച്ച വിശുദ്ധ ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. കത്തോലിക്ക സഭയെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശീലിപ്പിച്ചാണ് വലിയ ഇടൻ മടങ്ങുന്നത്. പലപ്പോഴും അദ്ദേഹം തന്നെ തോറ്റുപോകുന്നു സഭയുടെ മുന്നിലെന്നതും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് മഹാനായ പരിഷ്കർത്താവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിളിക്കാൻ കഴിയുക? അസീസിയിലുള്ള സെന്റ് ഫ്രാൻസിസിന്റെ അതേ യോഗ്യതയിൽ ജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ നോക്കി വന്നാൽ വത്തിക്കാൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയകേന്ദ്രമാക്കി മാറ്റി. മാത്രമല്ല, തെരുവിലുള്ള മക്കളെ പ്രഭുക്കളെന്നാണ് അദ്ദേഹം വിശേഷണം ചെയ്തത്. ഭവനരഹിതരാകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, ഭൂമി ഇല്ലാത്ത മനുഷ്യരെ, കുടിയേറി വരുന്ന മനുഷ്യരെ അദ്ദേഹം സഹോദരങ്ങളെന്ന് വിളിച്ച് ചേർത്ത് വിളിച്ചു. ദൈവമക്കളെന്ന് അവരെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ എന്ന നിലയിൽ കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകി അദ്ദേഹം ഓരോ തടവറകളിലും പോയി അവരോട് സംസാരിച്ചു, അവരുടെ കണ്ണുനീരൊപ്പി. നിങ്ങൾ കുറ്റവാളികളാകുന്നത് സാഹചര്യത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ആവർത്തിച്ചു പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകി, സ്ത്രീകളുടെയും അക്രൈസ്തവരുടെയും കാലുകൾ കഴുകി. പെസഹ വ്യാഴ ദിവസം അവർക്ക് ആരാധന നിഷേധിക്കപ്പെട്ട ഇടങ്ങളിൽ ആരാധനാലയങ്ങൾ അവർക്ക് തുറന്നു നൽകി. അങ്ങനെ സ്ത്രീകളുടെയും മറ്റ് മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെയും അടക്കം എല്ലാവരുടെയും കൈകാലുകൾ കഴുകി. മതസൗഹാർദ്ദത്തിന് സ്നേഹം കൊണ്ട് ഒരു പുതിയ അധ്യായം രചിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സ്വർഗാനുരാഗികളെ നോക്കി, LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവരെ മാരകമായിട്ടുള്ള പാപത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സഭയോട് മാർപ്പാപ്പ പറഞ്ഞു, ഇവരെ വിധിക്കാൻ നമ്മൾ ആര്? നമ്മൾ കേവലം ദൈവമക്കളാണ്, നമ്മളിൽപ്പെട്ടവരാണ് ഈ ഭിന്നാനുരാഗികൾ. അതിനുശേഷം സ്വർഗാനുരാഗികളെ അവരെ മാരക പാപത്തിൻ്റെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ദമ്പതികളെ ആശീർവദിക്കാൻ നിർദ്ദേശം നൽകി. സ്വർഗാനുരാഗികളായിട്ടുള്ള കപ്പിൾസിനെ അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരെ സഭയിൽ നിന്ന് അകറ്റുകയല്ല വേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരും ദൈവമക്കളാണ്. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കത്തോലിക്ക സഭയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. സ്ത്രീകൾ ഉന്നത പദവിയിൽ എത്തപ്പെടാതിരുന്ന കത്തോലിക്കയുടെ അധികാര ശ്രേണികളിലെല്ലാം തന്നെ സ്ത്രീകളെ കൂടി തത്തുല്യമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ മാറ്റത്തിന് കളമൊരുക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം മാർപ്പാപ്പമാർക്കിടയിലെ ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധത്തിലെ ഇരകൾക്കൊപ്പം നിന്നു. യുക്രൈൻ യുദ്ധം നടക്കുമ്പോഴും അദ്ദേഹം കണ്ണീർ വാർത്തു. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു 2001 സെപ്റ്റംബർ 11 അറ്റാക്ക് നടക്കുന്ന സമയത്ത്. ഭീകരവാദത്തിൻ്റെ മുഴുവൻ ദുരന്തവും ദുഃഖവും അദ്ദേഹം നേരിട്ടനുഭവിച്ച മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധം വേണ്ട, സമാധാനം മതി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ദസ്തയേവ്സ്കിയും സമാധാനവും നിറഞ്ഞു നിന്നു. അവസാനത്തെ പ്രസംഗത്തിലും പ്രാർത്ഥനയിലും സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതും ലോകത്തോട് കേണപേക്ഷിച്ചതും ഗസയിൽ സമാധാനത്തിനായി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടേയിരുന്നു. മെക്സിക്കൻ അതിർത്തി കടന്നു വരുന്ന മനുഷ്യരുടെ മതിൽ കെട്ടുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അമേരിക്ക ക്യൂബയ്ക്കെതിരെ തിരിയുമ്പോഴും മറ്റു രാജ്യങ്ങൾക്കെതിരെ തിരിയുമ്പോഴും അവിടെല്ലാം സമാധാനത്തിൻ്റെ ഒരു അജപാലകനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. വധശിക്ഷയെ എതിർത്തുകൊണ്ടുള്ള നിലപാടറിയിച്ചത് വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. പക്ഷെ പലപ്പോഴും അദ്ദേഹം സഭയിലും സിനഡിലും പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. വധശിക്ഷയെ എതിർത്തുകൊണ്ട് അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അഭയാർത്ഥികൾക്ക് യൂറോപ്പിൻ്റെ തീരം തുറക്കണം എന്ന് പറഞ്ഞെങ്കിലും പല രാജ്യങ്ങളും അത് കേൾക്കാതെ പോയി എന്നതാണ് വാസ്തവം. ഐലൻ കുർദിയെ പോലെ മെഡിറ്ററേനിയൻ കടൽ കടന്നു വരുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അദ്ദേഹം സ്വന്തമായി ആദ്യത്തെ യാത്ര നടത്തിയതുപോലും കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ബാലപീഡനങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ബാലപീഡനങ്ങൾ നടത്തിയ പുരോഹിതരെ അതാതു രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് വിചാരണ നടത്താനുള്ള അനുവാദവും നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. നിങ്ങൾ ഇനിമേൽ പുരോഹിതരല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. തെറ്റിനെതിരെ, വൈദികർക്കെതിരെ ഒക്കെ അച്ചടക്ക നടപടിയുടെ വാളോങ്ങുകയും ചെയ്തു. ഇവരെ ശിക്ഷിക്കണം, ഇവരെ പുറത്താക്കണം, വൈദിക പട്ടത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നമ്മൾ കണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ഈശോ സഭയിൽ നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ.